സിപിഎമ്മിന്റെ കുത്തക വാർഡായ കോട്ടയ്ക്കകം പിടിച്ചെടുത്ത കോൺഗ്രസ് പ്രവർത്തക, കഴിവുറ്റ കരുത്തുറ്റ ഒരു കോൺഗ്രസ് പ്രവർത്തക ആര്യനാട് പഞ്ചായത്ത് അംഗമായി മാറിയതു മുതൽ സഖാക്കളുടെ കണ്ണിലെ കരടുമായി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കവേ സുവർണാവസരം കണ്ട് സിപിഎം വളഞ്ഞിട്ട് ആക്രമിച്ചു. ശ്രീജ ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത് സിപിഎമ്മിന്റെ ആരോപണങ്ങളിൽ മനംനൊന്ത് തന്നെയാണ്. അതെ, എല്ലാവർക്കും ഇഷ്ടമുള്ള മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തക തന്നെയാണ് ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ. 60 ലക്ഷത്തിൻ്റെ കടത്തിനപ്പുറം ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകരുടെ മാനസിക പീഡനവും കൂടി ആയപ്പോൾ ഇന്ന് ശ്രീജ എന്ന പൊതുപ്രവർത്തക ജീവനൊടുക്കുകയായിരുന്നു. പണം തട്ടുന്ന യക്ഷി എന്ന തരത്തിൽ വരെ സിപിഎം പ്രകടനങ്ങൾ നടത്തി. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ കടന്നാക്രമണം ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകയ്ക്ക് താങ്ങാൻ ആയിരുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശത്രുത വ്യക്തി ജീവിതത്തിൽ കാണിക്കുമ്പോൾ ആ ക്രൂരതയുടെ ഒരു ഇര കൂടി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. ശ്രീജ സാമ്പത്തിക തട്ടിപ്പുകാരിയാണെന്ന തരത്തിൽ സിപിഎം ദിവസങ്ങളായി തുടരുന്ന പ്രചരണത്തിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ശ്രീജ വീണ്ടും മത്സരിച്ചാൽ കോട്ടയ്ക്കകം വാർഡ് UDFന് തന്നെ ലഭിക്കുമെന്ന ആശങ്കയിൽ തന്നെയായി LDF. സിപിഎമ്മിന്റെ കോട്ടയായിരുന്ന ഈ വാർഡ് ശ്രീജ പിടിച്ചെടുത്തപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ വേട്ടയാടൽ. കഴിഞ്ഞ ദിവസവും ശ്രീജയ്ക്കെതിരെ സിപിഎം പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. വർഷങ്ങളായി സിപിഎമ്മിന്റെ കുത്തക സീറ്റായിരുന്ന കോട്ടയ്ക്കകം വാർഡ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് UDF സ്ഥാനാർത്ഥിയായ കോട്ടയ്ക്കകം പേഴുംകട്ടയ്ക്കാൽ വീട്ടിൽ 47-കാരിയായ ശ്രീജ മികച്ച ഭൂരിപക്ഷത്തോടെ നേടിയത്. മികച്ച സാമൂഹിക പ്രവർത്തകയായിരുന്നു ശ്രീജ. മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു ശ്രീജ. സ്വകാര്യ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ ചിട്ടി, മൈക്രോ ഫിനാൻസ് തുടങ്ങിയവയിൽ പങ്കാളിയുമായിരുന്നു. ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് സിപിഎം ശ്രീജയെ തട്ടിപ്പുകാരിയായി ചിത്രീകരിച്ചത്. മണ്ഡലത്തിലുടനീളം ഇത്തരത്തിൽ പ്രചരണം നടത്തുകയും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. സിപിഎമ്മിന്റെ ഈ ആക്രമണത്തിൽ മാനസികമായി തകർന്ന നിലയിലായിരുന്നു ശ്രീജ. കഴിഞ്ഞ ദിവസം സിപിഎം കോട്ടയ്ക്കകത്ത് ശ്രീജയ്ക്കെതിരെ യോഗം സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് രാവിലെ ശ്രീജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മഹിളാ കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന ശ്രീജ വരുന്ന തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. UDF സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ശ്രീജ കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കോട്ടയ്ക്കകം മണ്ഡലത്തിൽ ശ്രീജയുടെ വിജയം ഉറപ്പായതിനാൽ സിപിഎം ആശങ്കയിലുമായിരുന്നു. വർഷങ്ങളായി സിപിഎമ്മിന്റെ പക്കലിരുന്ന സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീജ പിടിച്ചെടുത്തത്. അടുത്ത തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ആരെയും ചവിട്ടി മെതിച്ചിട്ടാണെങ്കിലും സീറ്റ് നേടണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിളയാട്ടത്തിന്റെ ഒരു ഇര കൂടിയാണ് ഇന്ന് ശ്രീജ. ഇതിൽ ഇത്തരത്തിൽ നന്മയുള്ള സാമൂഹ്യ പ്രവർത്തകരും പെട്ടുപോകും എന്നുള്ളതാണ് പരമമായ സത്യം. പരസ്യ അപകീർത്തികൾ അതിരുവിടുമ്പോൾ ഒരുപക്ഷെ മനുഷ്യന് താങ്ങാവുന്നതിലും അധികമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നവീൻ ബാബു. ഇപ്പോൾ അതിന്റെ മറ്റൊരു ഇരയാണ് ശ്രീജയും. ഇനിയും ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇരകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമാകില്ല എന്നുള്ളതുകൂടി ഈ കേട്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. തളർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ബലിയാടാക്കുന്നവരുടെ മുന്നിൽ തല ഉയർത്തി പോരാടുക തന്നെ ചെയ്യണം. എല്ലാ പ്രശ്നങ്ങളും വലിയ മല പോലെ തോന്നും. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്നവർ പിന്നെ ഒരിക്കലും തോൽക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അതിനെ അതിജീവിക്കാനാകും. ധൈര്യത്തോടെ എന്തിനേയും നേരിടാനുള്ള മനോധൈര്യം ഉണ്ടായാൽ മാത്രം മതി. ശ്രീജയുടെ നഷ്ടം ആ കുടുംബത്തിന് മാത്രമല്ല, ഒരുപക്ഷെ നിരവധി സാമൂഹിക നന്മകൾ ചെയ്യാൻ കഴിവുള്ള നല്ലൊരു പൊതുപ്രവർത്തകയെ കൂടിയാണ് നമ്മുടെ നാടിന് നഷ്ടമായിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആത്മഹത്യ പ്രേരണ കുറ്റകരം തന്നെയാണ്. അത് ആര് ചെയ്താലും, ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും വലിയ ഒരു അപരാധം തന്നെയാണ്.